ജീവ നീരറിവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവവചനമായി വീണ്ടും നിൽക്കുവാൻ കർത്താവ് ബലപ്പെടുത്തുന്നതിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയത്തുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം വായിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 33-ാം വാക്യം. എൻ്റെ ആദ്യ ഭാഗം മാത്രം. വഞ്ചിക്കപ്പെടരുത്. നമ്മുടെ വിഷയം വഞ്ചിക്കപ്പെടരുത് എന്നുള്ളതാണല്ലോ. അതിൻ്റെ ആദ്യ ഭാഗം നാം ചിന്തിച്ചു. അതേ ഒരു വാക്യം കൂടെ ആ ബന്ധത്തിൽ വായിക്കാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 18-ാം വാക്യം. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഏതാണ്ട് 160 പ്രാവശ്യം വഞ്ചിക്കപ്പെടരുത് അല്ലെങ്കിൽ തെറ്റിക്കരുത്, അതിനോടനുബന്ധിച്ചുള്ള പദപ്രയോഗങ്ങൾ ദൈവവചനത്തിൽ കാണാം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നീളുന്ന ആ പ്രയോഗങ്ങൾ ദൈവവചനത്തിലുണ്ട്. വഞ്ചന എന്താണെന്നും വഞ്ചകൻ്റെ ഉദ്ദേശം എന്താണെന്നും അവൻ്റെ സമീപന രീതി എന്താണെന്നും ആരാണ് യഥാർത്ഥ വഞ്ചകനെന്നും ഒക്കെ നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്ന് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ വഞ്ചകൻ്റെ അവൻ എന്താണ് എന്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ വഞ്ചകൻ്റെ പ്രവർത്തന രീതി എങ്ങനെയായിരിക്കും എന്ന് അല്പമായി ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നു. എന്താണ് അവൻ്റെ പ്രവർത്തന പദ്ധതിയെക്കുറിച്ചുള്ള ചില സാമ്പിളുകൾ നമുക്ക് ചിന്തിക്കാം. അവൻ എന്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഉപയോഗിച്ച അതേ തന്ത്രം അങ്ങനെയല്ലെങ്കിലും വിവിധ നിലകളിൽ അവൻ ഇന്നും അനുവർത്തിക്കുന്നു. അത് ഉദ്ദേശം അത് തന്നെയാണ്. 1, നിയമത്തെ ലംഘിക്കുക അല്ലെങ്കിൽ കൽപ്പനയെ ലംഘിക്കുക. അതിൻ്റെ കുറച്ചുകൂടി തെളിച്ച് പറഞ്ഞാൽ ദൈവത്തിന് നിയമം ലംഘിക്കുന്ന അത്ര വലിയ കുറ്റമൊന്നുമല്ല. മറ്റു വാക്യം പറഞ്ഞാൽ സീരിയസ് ഒന്നുമല്ല. അത് പൊതുകാലത്ത് പാപം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമായി അവതരിപ്പിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അത്രയൊന്നും പ്രശ്നമില്ല, അത്ര ഒന്നും കാര്യമാക്കണ്ട. പാപം അത് ബലഹീനതയാണ്. ആധുനിക വേദപണ്ഡിതന്മാരെല്ലാം അങ്ങനെയല്ല, ഒരു മാനസിക ബലഹീനതയാണ്. പാപം അത്ര സീരിയസ് അല്ല എന്ന് ചിത്രീകരിക്കുന്ന പ്രവണതയാണ് ഇന്ന് കാണുന്നത്. മാത്രമല്ല, കുറച്ചുകൂടി തെളിച്ച് പറഞ്ഞാൽ ഒരു ലംഘനം നടത്തിയെന്നും പറഞ്ഞ് കൽപ്പനയെ ഒന്ന് ലംഘിച്ചെന്നും പറഞ്ഞ് കാര്യമായ കുഴപ്പമൊന്നും വരത്തില്ല. കാര്യമായ ഒരു കുഴപ്പവും വരികയില്ല പൊതുവേ. മാത്രമല്ല, നിനക്ക് ഇപ്പം ഏതെങ്കിലും ഹവ്വായോടും പറഞ്ഞതല്ലേ, തിന്നുമ്പം മരിക്കില്ല. മാത്രമല്ല, വേറൊന്നുകൂടെ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പോൾ നിങ്ങൾക്ക് താഴ്ചയല്ല, അതുകൊണ്ട് ഉയർച്ച തന്നെ ഉണ്ടാകും എന്ന അർത്ഥത്തിലാണ് അവൻ പറഞ്ഞത്. സഭാപ്രസംഗിയിലെ ഒരു മനോഹരമായ വാക്യമുണ്ട്. ഇന്ന് എന്ത് ചെയ്താലും കുഴപ്പമില്ലല്ലോ, അതിന് ശിക്ഷിക്കുന്നുണ്ടോ? പണ്ടൊക്കെ ആണെങ്കിൽ ഉടനായിരുന്നു ശിക്ഷ. ഇന്ന് എന്ത് ചെയ്താലും കുഴപ്പമില്ലല്ലോ. അതിന് സഭാപ്രസംഗി 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായ്ക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. അതല്ലേ, വഞ്ചകൻ പ്രോത്സാഹിപ്പിക്കണം. സകല പ്രോത്സാഹനവും നിയമലംഘനത്തിന് കൊടുക്കുന്നു. ഞാൻ എന്നിട്ട് ചിന്തിച്ചു പോയി. ഈ റെക്കോർഡിങ്ങിന് മുമ്പ് അല്പസമയം തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ വന്നു. ന്യായപ്രമാണ കാലത്ത് ദൈവം സമാഗമ കൂടാരം ഉണ്ടാക്കിയപ്പോൾ, അതല്ലെങ്കിലോ യാഗങ്ങൾ എന്തായാലും, മോശയ്ക്ക് ഒരു കുറ്റി സ്ഥാനം മാറ്റാനോ ഒരു കൊളുത്തിൻ്റെ സ്ഥാനം മാറ്റാനോ സ്വാതന്ത്ര്യമില്ലായിരുന്നു. പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃകപ്രകാരമൊക്കെയും ഇവയുണ്ടാക്കണം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൽ അത് എല്ലാം ക്രമീകരിച്ചപ്പോഴും യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ എന്ന് കാണാം.
ഇത് കൃപയുടെ കാലമില്ലയോ? അപ്പോൾ അങ്ങനെയൊന്നും വേണ്ടാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണല്ലോ പൊതുവെ ധരിക്കുന്നത്. കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞാൽ അവനെ ക്രമത്തിനല്ല ക്രമക്കേടിന് പ്രോത്സാഹിപ്പിക്കുന്നവനാണ്. ഈ സാധാരണ പറയാറുണ്ട്, ഓർഡർ ഈസ് ഹെവൻസ് ഫസ്റ്റ് ലോ. ക്രമമാണ് ദൈവത്തിൻ്റെ നിയമത്തിൽ പ്രാഥമികമായത് എന്ന് പറയാറുണ്ട്. അത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ല, പൊതുവെ എങ്ങനെ പറയാറുള്ളതാണ്. അപ്പോൾ ഒരു ക്രമം ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും എല്ലാം ക്രമമായി നടക്കുന്നു. ക്രമം ഒരു ശകലം തെറ്റിയാൽ ഭവിഷ്യത്ത് ഭയാനകമായിരിക്കും. എല്ലാത്തിലും അത് കാണാം. ദൈവത്തിൻ്റെ സകല പ്രവൃത്തിയിലും അത് കാണാം. സഭയ്ക്ക് നിയമങ്ങൾ തന്നപ്പോഴും വ്യക്തമായി അവൻ ക്രമമായി തന്നു. കൃപയുടെ കാലത്ത് അതെല്ലാം തെറ്റിച്ച് അഴിഞ്ഞാടാം എന്ന് ധരിക്കുന്ന കാലഘട്ടമാണിത്. ദൈവബന്ധത്തിൽ തന്നെ കാണാമല്ലോ. ആ ബന്ധത്തിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ നേരത്തെ വായിച്ചതാണ്, എന്നാലും ഞാൻ അതോടെ ഒന്ന് സൂചിപ്പിക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാകും, കുറേ വ്യക്തമാകും. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം, അവർ ലൗകികന്മാരാകയാൽ ലൗകികമായി സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്ക് ഇതിനാൽ അറിയാം. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്കിതിനാൽ അറിയാം. വേദപുസ്തകത്തിൽ ആത്മാക്കളെക്കുറിച്ച് വളരെ പറയുന്നുണ്ട്, അങ്ങോട്ടൊന്നും ഇപ്പോൾ ഞാൻ കിടക്കുന്നില്ല. എന്നാൽ ഇവിടെ ഈ 4-ാം അധ്യായത്തിൽ യോഹന്നാൻ പറയുന്നു, വഞ്ചനയുടെ ആത്മാവ്. ഏതാണ് വഞ്ചനയുടെ ആത്മാവ്? ഏതാണ് വഞ്ചനയെ പ്രോത്സാഹിപ്പിക്കുന്നത്? 1-ാം വാക്യം, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ഇന്ന് ആരെന്ത് വിപ്രതി കാണിച്ചാലും എന്ത് അഭ്യാസം കാണിച്ചാലും ഭയങ്കര ശക്തി, ഭയങ്കര ആത്മാവ് എന്ന് പറയാറുണ്ട്. യോഹന്നാൻ പറയുന്ന എല്ലാ ആത്മാവും ദൈവത്തിൽ നിന്നല്ല, വഞ്ചിക്കുന്ന ആത്മാവുണ്ട്. എന്നിട്ട് അതിനെ ശോധന ചെയ്യണം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലും കർത്താവായ യേശു തന്നെ പറഞ്ഞു, ആടുകളുടെ വേഷം ധരിച്ച് വരുന്ന കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചോണം. എന്നിട്ട് ഇവിടെ ഒരു കാര്യം പറഞ്ഞു യോഹന്നാൻ, ദൈവാത്മാവിനെ, 2-ാം വാക്യം, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. യേശുവിനെ ഞങ്ങളെല്ലാം യേശുവിനെയല്ലോ അംഗീകരിക്കുന്നേ. എന്നാൽ വ്യത്യാസമുണ്ട്. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു, അവൻ ജഡം ധരിച്ചു വന്നു. എന്തിന്? കുറേ പണം തരാനോ, പ്രശസ്തി തരാനോ, ലോകത്തിൽ നമ്മെ വലിയവരാക്കാനോ, ഇവിടെ കുറേ കാര്യങ്ങൾ സാധിക്കാനോ, മറ്റു വാക്കിൽ പറഞ്ഞാൽ സുഖലോലുപരായി നമ്മെ ആക്കാനോ. എന്തിനാണ് യേശു വന്നത്? ജഡമർത്ത് വന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താ? അത് മനസ്സിലാക്കുമ്പോഴേ ഈ വ്യാജാത്മാക്കളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. യേശു ക്രിസ്തു ജഡത്തിൽ വന്നത് വ്യക്തമായ ഉദ്ദേശത്തോടെയാണ്. 1 തീമോഥെയോസ് 1-ാം അധ്യായം 15-ാം വാക്യം, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. പാപികളെ രക്ഷിക്കാൻ, ഇവിടെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാനല്ല. മാത്രമല്ല എബ്രായലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട് അവനും അവരെ പോലെ
ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ തോൽപ്പിച്ച് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. വേറൊന്ന് ഒരു വാക്യം കൂടെ, 1 പത്രോസ് 2-24 വാക്യം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. എബ്രായലേഖനം 1-ാം ഞാൻ ഒരു വീഡിയോയിൽ അത് പറഞ്ഞാണ് ഈ ഇടയ്ക്ക്. 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വായിക്കുന്നതിനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും. ശ്രദ്ധിക്കണം, പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം. അപ്പോൾ യേശുക്രിസ്തു ജഡത്തിൽ വന്നത് ഇന്നത്തെ കോപ്രായം കാണിപ്പിക്കാനില്ല. മാത്രമല്ല, പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. വെറുതെ അങ്ങ് മരിക്കുകയല്ല. 3-4 ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഈ വാക്യങ്ങളിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്. യേശു ക്രിസ്തു ജഡത്തിൽ വന്നത്, അവൻ ജഡം ധരിച്ചത് ഇന്ന് കാണിക്കുന്ന അഭിനയങ്ങളും പ്രകടനങ്ങളും കാണിക്കാനല്ല, ലോകത്തിൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളും തേടിത്തരാനല്ല, പിന്നെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ. പാപമെന്ന അടിസ്ഥാന പ്രശ്നം റോമാലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ 2-3 കാര്യം കാണാം. ഏക മനുഷ്യൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. 2 പാപം പെരുകി. 3 പാപം വാണു, മരണത്താൽ വാണു. അപ്പോൾ ഉള്ളിൽ കിടന്ന പാപം പെരുകി, പാപം വാണു. അതിന് പരിഹാരം വരുത്താനാണ് മറ്റാർക്കും കഴിയാതെ വന്നപ്പോൾ ദൈവപുത്രൻ ലോകത്തിൽ വന്നത്. ഈ കർത്താവ് അതിനാണ് വന്നത്. ഞങ്ങൾ അതില്ലയോ പറയുന്നത് അല്ല. യോഹന്നാൻ വ്യക്തമായിട്ട് പറയുന്നു, വഞ്ചനയുടെ ആത്മാവ് ഇപ്പോഴേ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണെന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്നു, അവർ ലൗകികമായി സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ശ്രദ്ധിക്കണം. അപ്പോൾ ലോകത്തിൻ്റെ ഉയർച്ച, ലോകത്തിൻ്റെ നേട്ടം, ലോകത്തിൻ്റെ കാര്യങ്ങളെല്ലാം, ലോകത്തിൻ്റെ സമ്പത്ത്, ലോകത്തിൻ്റെ പേര്, ലോകത്തിൻ്റെ അംഗീകാരം, ഇതെല്ലാം വരുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്, വഞ്ചനയുടെ ആത്മാവാണ്. അത് തന്നെയല്ലേ ഇന്ന് കാണുന്നത്. ആത്മീയ മണ്ഡലത്തിൽ പ്രചരിക്കുന്ന പ്രവണതയെല്ലാം കാണുന്നത് ക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി മരിച്ചൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. പാപം വിഷയമല്ല എല്ലാവർക്കും. പാപം ചെയ്തോ, എന്ത് പാപം ചെയ്താലും ചാടിയാൽ മതി, എന്ത് പാപം ചെയ്താലും തുള്ളിയാൽ മതി, ഒരു നിയന്ത്രണവുമില്ല. ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു പാസ്റ്ററുടെ ഒരു ചുരുങ്ങിയ പ്രഭാഷണം കേട്ടു. അതിൽ പഞ്ചാബിൽ 2ാമത്തെ കേസ് വരുന്നു ഒരു പാസ്റ്റർക്കെതിരെ. എന്താണ് കാരണം? ഒരു വ്യക്തി, ലക്ഷക്കണക്കിന് അനുയായിയുള്ള ഒരു വ്യക്തി ശിക്ഷിക്കപ്പെട്ടു. ജനത്തെല്ലാം ഇളക്കി മറിച്ചതാണ്, ശിക്ഷിക്കപ്പെട്ടു. ഇതാ വേറെ ഒരാൾക്ക് വേണ്ടി. അദ്ദേഹം അത്ര പ്രസിദ്ധനല്ലെങ്കിലും ഒരു വ്യക്തിയുടെ മരണത്തിന് ആ വ്യക്തിക്ക് അയാൾ കാരണമായി എന്ന് ഞാൻ ഇന്നലെ അതറിഞ്ഞത്. നോക്കണേ, എത്ര ദയനീയമായ സംഭവം. പാവത്തിന് ചെയ്യാൻ ഒരു മടിയുമില്ല. പാവം അത്ര സീരിയസ് ആയ കാര്യവുമല്ല, ബലഹീനതയല്ലേ. എത്ര ലാഘവത്തോടെ. കാരണം ഇതെല്ലാം കാണിക്കുന്നത് വഞ്ചനയുടെ ആത്മാവ് മാത്രമല്ല. ആ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നിന്ന്, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോവുക മാത്രം വേണം. അപ്പോൾ യോഹന്നാനും പറഞ്ഞത് തന്നെയാണ്,
വഞ്ചൻ്റെ ആത്മാവ് ലോകത്തിലുണ്ട്. കള്ളപ്രവാചകന്മാർ പ്രവർത്തിക്കുന്നു. ഇവിടെ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. ഇതുവരെ തടുക്കുന്നവൻ വഴി നീങ്ങിപ്പോണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തടുക്കുകയാൽ എതിർ നിൽക്കുകയാൽ അധർമ്മമൂർത്തിക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇവൻ നീങ്ങിപ്പോകുന്നൊരു സമയമുണ്ട്. അപ്പോൾ അവൻ പ്രത്യക്ഷമായി വെളിപ്പെടും. അവൻ്റെ സകല അധികാരവും വെളിപ്പെടും. എന്നാലും വ്യാപരിക്കുന്നു. യോനാൻ പറഞ്ഞ പോലെ അവൻ്റെ ആളുകളിൽ വ്യാപരിക്കുന്നു. മാത്രമല്ല, വേറൊരു പ്രധാന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഒരു ഈ പറ്റിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ തകർക്കണമെങ്കിൽ, അതിൻ്റെ തനിമ നഷ്ടപ്പെടുത്തണമെങ്കിൽ പുറത്തുനിന്ന് വരുന്നിടത്തോളം കാലം അത് ശക്തിയായി നിൽക്കും, പ്രതിരോധിക്കും. എന്നാൽ അകത്ത് കടന്ന് അതിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ അകത്ത് കടന്ന് ചില ഇതുപോലെ തോന്നിക്കുന്ന, അല്ലെങ്കിൽ ആത്മീയമെന്ന പോലെ തന്നെ തനി ആത്മീയം പോലെ തന്നെ ഉള്ളത് കാണിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആളുകളെ വശത്താക്കാൻ കഴിയും. ഇതാണ് കർത്താവ് മത്തായി 7 പറഞ്ഞത്. ഇവിടെയും പറയുന്നു, 2 അധർമ്മത്തിനും അവിടെ അധർമ്മത്തിന് മർമ്മം എന്ന് പറയുന്നത് ലോലെസ്നെസ്, അധർമ്മം, അരാജകത്വം. ഏത് രാജ്യത്ത് നിയമവാഴ്ചയില്ലയോ അവിടെ അരാജകത്വമാണ്. തോന്നിയ പോലെ ന്യായന്മാരുടെ പുസ്തകത്തിൽ അടിക്കടി ഇങ്ങനെ എഴുതിയിരിക്കുന്നൊരു പ്രയോഗമുണ്ട്. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ച പോലെ നടന്നു. നിയന്ത്രണമില്ല, ചോദിക്കാൻ ആരുമില്ല, നിയന്ത്രിക്കാൻ ആരുമില്ല, വാളെടുക്കുന്നതെല്ലാം വെളിച്ചപ്പാട്, അരാജകത്വം, നിയമരാഹിത്യം. POCYകളിൽ അതേ വാക്യം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അരാജകത്വം, നിയമ നിഷേധി. ഇന്ന് മുതലേ കാണുന്നേ. കൽപ്പന ഒന്നും വേണ്ട, അതൊക്കെ ന്യായപ്രമാണ കാലത്തുള്ളതാണ്. അന്നുള്ളതിനേക്കാൾ, ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ ചെയ്തായിരുന്നതിനെക്കുറിച്ച്, അന്നുള്ളതിനേക്കാൾ ഭയങ്കരമായല്ലെങ്കിൽ ന്യായപ്രമാണം അക്ഷരത്തിലെങ്കിൽ ആത്മാവിൻ്റെ പ്രമാണം അതിനേക്കാൾ ഗൗരവമേറിയതാണ്. അത് ബാഹ്യജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമെങ്കിൽ ഇത് നിത്യതയെ ബാധിക്കുന്ന പ്രശ്നമാണ്. പുതിയ നിയമത്തിലെ കൽപ്പനകൾ നിത്യതയെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ പറയുന്നു 10-ാം വാക്യത്തിൽ, 9-ാം വാക്യം തന്നെ വായിക്കാം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം. അപ്പോൾ സാത്താൻ്റെ വ്യാപാര ശക്തി, ശ്രദ്ധിക്കണേ, സാത്താന്യ വ്യാപാര ശക്തി, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. അല്ലെങ്കിൽ നിയമരാഹിത്യത്തിൻ്റെ മർമ്മം. പഴയ ഭാഷാന്തരത്തിൽ അധർമ്മം എന്ന് കൊടുത്തിരിക്കുന്നത് നിയമരാഹിത്യമാണ്. നിയമമില്ലായ്മ, നിയമവാഴ്ചയില്ല, അരാജകത്വം, എങ്ങനെയും പോവാം. സാത്താന്യമായ, വ്യക്തമായി പറയുന്നു, സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. നോക്കണം, എത്ര വ്യക്തമായിട്ട് അധികം എന്ന് പറയുന്നത്. ഇനി 10-ാം വാക്യത്തിൽ അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ തന്നെ അങ്ങനെ സംഭവിക്കും. അടുത്ത വാക്യം, സത്യത്തെ വിശ്വസിക്കാതെ സത്യത്തെ സ്നേഹിക്കാതെ. നോക്കണം, അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോഷ്ക വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. അപ്പോൾ ഇന്ന് ആധുനിക കാലത്ത് എല്ലാം കൃപയാണെന്നും പറഞ്ഞ് നടക്കുന്നതിൽ 99% സാത്താന്യമാണ്, സാത്താന്യ വ്യാപാര ശക്തിയാണ്. ഒരു പക്ഷേ എനിക്ക് കല്ലേറ് വന്നേക്കാം, സാരമില്ല.
എൻ്റെ കർത്താവ് പറഞ്ഞു നോക്കാം. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങളോട് നോക്കാം. ഗ്രീക്ക് പ്രഭാഷണത്തിൻ്റെ ഭാഗമാണല്ലോ അത്. 7-15 വാക്യം, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീർന്ന ചെന്നായ്ക്കളാകുന്നു. ഇന്ന് ശക്തി കൃപ പിടിച്ചോ എന്നാ എന്നൊക്കെ പറഞ്ഞ് വാസ്തവം പറഞ്ഞാൽ ചില പ്രകടനങ്ങൾ കണ്ട് ലജ്ജിച്ച് തലതാഴ്ത്തി ദുഃഖിച്ച് വേദനപ്പെട്ടു പോകുന്ന രംഗങ്ങൾ ഈ ദിവസങ്ങളുണ്ട്. എന്താ ആരെയാ സേവിക്കുന്നേ, എന്തിനെയാ സേവിക്കുന്നേ എന്ന് ഓരോ നിശ്ചയമില്ല. അവർ പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല, സ്ഥാപിക്കുന്നത് എന്താണെന്ന് പറയും. എല്ലാം കൃപയാണെന്നാണ് പറയുന്നത്. വലിയ കൃപ. എന്ത് കൃപയാണെന്നറിയാവോ മനുഷ്യന്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ആടുകളുടെ വേഷം കൊണ്ട്. കള്ളൻ്റെ വേഷത്തിൽ വന്നാൽ അവനെ പിടിക്കും, ചെന്നായിട്ട് വന്നാലും പിടിക്കും. എന്നാൽ ആടുകളുടെ വേഷം കൊണ്ട് വന്നാൽ പിടിക്കുകയല്ലോ. അപ്പോൾ മാത്രമല്ല, താഴോട്ട് 21-ാം വാക്യം, എന്നോട് കർത്താവേ കർത്താവ് എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവത്രേ സ്വർഗത്തിൽ കിടക്കുന്നത്. അടുത്ത്, കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. മനുഷ്യ എന്നോടല്ല, കർത്താവിനോട് പറയും. എന്നിട്ട് അപ്പോൾ ഉള്ള മറുപടി ഇതാണ്, ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്ത് പറയും. അല്ലെങ്കിൽ പ്രമാണം ലംഘിക്കുന്ന, ദൈവവ്യവസ്ഥ ലംഘിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമകാലത്ത് മോശയ്ക്കൊരു കുറ്റി മാറ്റാൻ പെർമിഷൻ ഇല്ലായിരുന്നു. ദാവീദ് ഒരു പരിഷ്കാരം കൊണ്ടുവന്നതിൻ്റെ ഫലം അനുഭവിച്ചു. ജനത്തെ എല്ലാം വലിച്ചു, ശമൂവേലിന്റെ പുസ്തകത്തിലും ദിനവൃത്താന്തങ്ങളുമുണ്ട്. ജനത്തെ എല്ലാം ഒന്നിച്ചു കൂട്ടി ദൈവത്തിന് നിയമപ്പെട്ടം കൊണ്ടുപോകാൻ പുത്തം വണ്ടിയും ഒത്തിരി സംഗീതക്കാരും വാദ്യമൊക്കെ ആയിട്ട് പോയതാണ്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവർ പുറപ്പെട്ടപ്പോൾ ഒരു കുഴപ്പമില്ല, വണ്ടിക്കകത്ത് കയറ്റുമ്പോഴും അനക്കമില്ല, ഒരു കുഴപ്പമില്ല. ഭയങ്കര ഡാൻസ്, ഭയങ്കര കോലാഹലം, ഭയങ്കര ആരാധന. പക്ഷേ കുറച്ചും കൊണ്ടുവന്നപ്പോൾ നാഗവൻ്റെ കളത്തിൽ വന്നപ്പോൾ സ്ഥിതി മാറി. കാള വരണ്ടു, ഉത്സാഹപ്പെട്ടം കയറി പിടിച്ചു, അവിടെ വീണു, കരിഞ്ഞുപോയി. അവിടെ ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു പോയി. എന്താ അത്, പഴയ കാലത്തൊക്കെ ചുമക്കണമായിരുന്നു. ദൈവം ഇപ്പോൾ കാര്യം സാവകാശം മാറ്റി, അപ്പോൾ ചുമക്കണോ? ഒരു വണ്ടി വെച്ചാൽ എന്നെ കുഴപ്പം. പക്ഷേ പിന്നീട് 2-ാം പ്രാവശ്യം പെട്ടകം കൊണ്ടുവരാൻ ദാവീദ് പോയപ്പോൾ ദാവീദ് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, നാം അവനെ വ്യവസ്ഥപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്, ഒരു ചെറിയ വ്യവസ്ഥ ലംഘിച്ചതാണ്. കെഹാത്യർ അവരുടെ തോളിൽ ചുമക്കണമെന്നാണ് പെട്ടകം. അപ്പോൾ അത് ലംഘിച്ച് വണ്ടിയെ കയറ്റി ആണ്ട് കിടക്കും. ഇക്കാലത്ത് അതുപോലെ ന്യായവിധി വരാത്തത് ദൈവത്തിൻ്റെ അളവറ്റ കാരണം. അപ്പോൾ അത്ഭുതങ്ങളോ അടയാളങ്ങളെല്ലാം വ്യാജമായ സകല വ്യാപാര ശക്തി, അധർമ്മമൂർത്തിയുടെ പ്രവൃത്തി ഇങ്ങനെയാണ്. അല്ലെങ്കിൽ നിയമത്തെ ആലംഘിക്കുന്നു, ദൈവം വെച്ച അതിന് ആര് മാറ്റുന്നു, ദൈവം വെച്ച അതിന് വിരുദ്ധമായി ആര് പ്രവർത്തിക്കുന്നു, അത് ആരെന്നുള്ളത് പ്രശ്നമല്ല, ഏത് രാജ്യക്കാരെന്നുള്ള പ്രശ്നമല്ല. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം വിട്ട് പുതിയ നിയമകാലത്ത് എന്നെയും നിങ്ങളെയും നടത്താൻ ദൈവം നിയമിച്ചിരിക്കുന്നത് തത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവിനെയാണ്. അവൻ സത്യാത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് സുബോധത്തിൻ്റെ ആത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ നടത്തുമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. കർത്താവ് സ്വർഗ്ഗാരോഹണത്തിന് മുൻപ് അല്ലെങ്കിൽ ക്രൂശീകരണത്തിന് തൊട്ട് മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം വിട്ട് എന്ത് പ്രവർത്തിച്ചാലും ദൈവാത്മാവിൻ്റെ അല്ല, അതെല്ലാം വ്യാജാത്മാവിൻ്റെയാണ്. വ്യാജമായ വ്യാപാര ശക്തിയാണ്, വ്യാജ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. കുറെ തെളിച്ച് പൗലോസ് ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, 13, 14, 15, ഇങ്ങനെയുള്ളവർ കള്ളയപ്പോസ്തലന്മാർ, കപടവേലക്കാർ,
ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരെ വേഷം ധരിച്ചാൽ അതിശയമില്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. ദൈവത്തിന് യാതൊരു മാറ്റവുമില്ല, ദൈവത്തിന് അവ്യക്തതയുമില്ല. നാം അത് ശ്രദ്ധിക്കാത്തതാണ്, നാം അത് അംഗീകരിക്കുന്നില്ല. നമ്മുടെ എല്ലാം വിഭ്രാന്തിയുടെ ഇടവും വല്ലതും നോക്കാതെ വചനം വേണ്ടാലോ, ആ കൃപയല്ലേ. കണ്ടില്ലേ ദൈവം ഓരോരുത്തരെ ആ ദൈവദാസനെ ദൈവം ഉപയോഗിക്കുന്നത് കണ്ടില്ലേ. ഞാൻ സാധാരണ പറയാറുണ്ട്, മനുഷ്യരായ നാം ഒരു ഗ്ലാസ്സിൽ കുടിക്കാൻ വെള്ളമെടുക്കുമ്പോൾ ദാഹത്തിന് കുടിക്കാൻ വെള്ളമെടുക്കുമ്പോൾ അതിൽ ഒരു കരടോ അല്ലെങ്കിൽ ആ പാത്രത്തിൽ അല്പം അഴുക്കോ കണ്ടാൽ നാം ആ പാത്രത്തിൽ നാം കുടിക്കത്തില്ലല്ലോ. നമ്മുടെ വൃത്തിബോധം, നമ്മുടെ ശുചിത്വബോധം നമ്മെ വേറെ ഗ്ലാസ് മാറ്റിക്കേ, അല്ലെങ്കിൽ ഈ ഗ്ലാസ് ഒന്ന് കഴുകി വേറെ എടുത്തുകൊണ്ട് പോവാ. കാരണം പാത്രം മലിനം, ആ പാത്രത്തിൽ ഉപയോഗിക്കാൻ നാം ധൈര്യപ്പെടുത്തില്ല, നാം ഇഷ്ടപ്പെടുത്തില്ല. അങ്ങനെയെങ്കിൽ വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവം ഏത് മലിനതയും കൊണ്ട് നടക്കുന്ന വ്യക്തിയെ അംഗീകരിക്കുമോ? അതുകൊണ്ടാണ് പൗലോസ് 2 തീമോഥെയോസിൽ പറഞ്ഞത്, ഇവയെ വിട്ടെന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ യജമാന് ഉപയോഗമായ നല്ല വേലയ്ക്കെല്ലാം ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമാകും. ഞാൻ വാക്യം വായിക്കാം. 2 തീമോഥെയോസ് 2:21. ഇവയെ വിട്ടെന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്ക് ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ഇവയെ വിട്ടെന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ. അപ്പോൾ ആകാത്തത് വെടിപ്പില്ലാത്ത ഏത് പാത്രവും ദൈവം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ സാത്താന്യമായ പ്രവർത്തനം ഇങ്ങനെയാണ്. വ്യാജാത്മാവ്, വ്യാജത്തിൻ്റെ വ്യാപാരശക്തി, സാത്താൻ്റെ വ്യാപാരശക്തി. അപ്പോൾ എല്ലാ ആത്മാവും ദൈവത്തിൽ നിന്നുള്ള. അപ്പോൾ ഇതാണ് എന്ത് പാപം ചെയ്ത്, ഞാൻ ആരംഭത്തിലേ പറഞ്ഞേ, എന്ത് പാപം ചെയ്താലും കുഴപ്പമില്ല, ദൈവം ക്ഷമിച്ചോളും, ഇത് കൃപയുടെ കാലമല്ലേ. പണം വെട്ടിച്ചാലും കുഴപ്പമില്ല, മോട്ടിച്ചാലും കുഴപ്പമില്ല, ധാർമ്മികമായി എങ്ങനെ നിന്നാലും കുഴപ്പമില്ല, ജീവിതവാസം മല്ലമായാലും കുഴപ്പമില്ല. ശക്തിയായിട്ട് ഉപയോഗിക്കുന്നില്ലേ? ദൈവം ഉപയോഗിക്കയില്ല. പക്ഷേ 2 Corinthians പറഞ്ഞ പോലെ ദൈവം നമ്മൾ കാണുമ്പോൾ അയ്യോ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുകയല്ലേ, അങ്ങനെ നാം പറയുക ഇല്ല. വ്യാജമായ സകല വ്യാപാര ശക്തിയോടും സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നു. അപ്പോൾ അവൻ്റെ ശുശ്രൂഷക്കാർ, നീതിയുടെ ശുശ്രൂഷക്കാർ വേഷം ധരിച്ചാൽ അതിശയമല്ല. പൗലോസ് 2000-ൽ പരം വർഷം മുൻപ് നമുക്ക് മുന്നറിയിപ്പ് തന്നു. പക്ഷേ നാം അത് ശ്രദ്ധിക്കുന്നില്ല. സങ്കടം തോന്നുന്നു, അങ്ങേയറ്റം ദുഃഖകരം. അപ്പോൾ ഇതാണ് സാത്താന്യ പ്രവർത്തനം. കാരണം തെറ്റിക്കാൻ, വഞ്ചിക്കാൻ ഇതാണ് നല്ല മാർഗം. മാത്രമല്ല നാം 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ വായിച്ചത്, അവർ ലൗകികമായി സംസാരിക്കുന്നു. അവർക്ക് സ്വർഗമായത് വിഷയമല്ലല്ലോ. ഇവിടെ വാലല്ല തലയാക്കും. ദൈവം അതിനെ എടുക്കും, ഏതെങ്കിലും ഒരു തുമ്പോ വാലോ എടുത്തേച്ച്. കാരണം പിശാച് കർത്താവിനെ പരീക്ഷിക്കാൻ വന്നതും വാക്യം കൊണ്ടാണ്. നിന്നെ കാക്കാൻ അവൻ ദൂതന്മാർ കൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ 91 നിൻ്റെ കല്ലിൽ തട്ടിപ്പോകണം, നിന്നെ കാക്കേണ്ടത് ദൂതന്മാർ കൽപ്പിക്കുന്ന 91-ാം സംഗീതത്തിലെ വാക്യമാണ് ലൂസിഫർ എടുത്തത് മരുഭൂമിയിലെ പരീക്ഷയിൽ. ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ ഒരു സ്നേഹിതന് അതൊരിക്കൽ എനിക്കിങ്ങനെ പറഞ്ഞായിരുന്നു. 3 ദുർവിനിയോഗത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കേണ്ടായി. 1, അധികാരത്തിൻ്റെ ദുർവിനിയോഗം. നിനക്ക് ദൈവപുത്രനെങ്കിൽ കലപ്പമായി തരാൻ കൽപ്പിക്കാം. 2, വാഗ്ദത്തത്തിൻ്റെ ദുർവിനിയോഗം. താട്ടുചാട് ദൂവന്മാർ കേൾക്കുമെന്നുള്ള വാഗ്ദത്തമല്ലേ. മാത്രമല്ല 3, ആരാധനയുടെ ദുർവിനിയോഗം.
ആരാധിക്കാം. ഇന്നത്തെ കൂത്താട്ടമാണ് ആരാധനയെന്ന് ധരിക്കുന്നത്. ഒരു ദൈവഭയവുമില്ല, ഒരു ദൈവസാന്നിധ്യ ബോധവുമില്ല. ധർമ്മമൂർത്തിയുടെ വ്യാപാരം ശക്തിയായി വ്യാപരിക്കുന്നു. ആള് കൂടുന്നത് ദൈവം അംഗീകരിക്കുന്ന ലക്ഷണമല്ല. കർത്താവിനെ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പീൻ. അപ്പോൾ തെറ്റിക്കുന്ന, വഞ്ചിക്കുന്ന ഉദ്ദേശം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. യോനാൻ 4 യേശുക്രിസ്തു ജഡത്തിലൊന്ന് എന്തിന്? നിനക്ക് സമ്പത്ത് തരാൻ, നിനക്ക് ലോകത്തിൽ മറ്റുള്ളവരെക്കാൾ നിന്നെ ഉന്നതനാക്കാൻ, നല്ല കാറ് തരാൻ, നല്ല വീട് തരാൻ, നിന്നെ വലിയവനാക്കാൻ. പുതിയ നിയമത്തിൽ ഒരിടത്തും കർത്താവ് അങ്ങനെ പറഞ്ഞില്ല. അപ്പോസ്തലന്മാർ പറഞ്ഞില്ല. വേറൊരു ജീവിതമുണ്ട്, നിത്യമായൊരു ജീവിതമുണ്ട്, അതിനായി നീ ഒരുങ്ങണം എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇന്നും സാത്താൻ അവൻ്റെ സർവശക്തി ഉപയോഗിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. വ്യാജമായ വ്യാപാരശക്തി, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ. കർത്താവും പറഞ്ഞതാണല്ലോ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, വലിയ വീര്യ പ്രവൃത്തികൾ ചെയ്തു. കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്ന്. അനേകരോട് കർത്താവ് അങ്ങനെ പറയും. നമുക്ക് പേരുണ്ടാക്കുന്നതാണോ ദൈവത്തിനനുസരിക്കുന്നതാണോ പ്രധാനം? ഈ നാളുകൾ ശ്രദ്ധിക്കുക. സാത്താൻ ഇങ്ങനെ അനേകരെ കളിപ്പിക്കുന്നു, അനേകരെ ആട്ടിൻതൊള്ളണിഞ്ഞ് അവരെ തിരിച്ചറിയാനുള്ള മാർഗവും വരുന്നുണ്ട്. അത് പിന്നാലെ ചിന്തിക്കാം. സമയം മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇവരെ തിരിച്ചറിയാൻ മാർഗം എന്താ ഉണ്ടെന്നും ദൈവത്തിൽ പറയുന്നുണ്ട്. കർത്താവ് അനുഭവിച്ചാൽ നമുക്ക് പിന്നാലെ ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. നാഥ, വഞ്ചകൻ്റെ പ്രവർത്തന രീതി എന്താണെന്ന് അല്പമായി ചിന്തിപ്പാൻ ഞങ്ങൾക്കിടയാക്കിയല്ലോ. കർത്താവെ, അതിൽ കുടുങ്ങിപ്പോകാതെ അവനെ തിരിച്ചറിഞ്ഞ് നാഥ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമേ. കർത്താവ് വഞ്ചനയിൽ കുടുങ്ങി നാഥ അവൻ്റെ ശക്തിപ്രകടനത്തിലോ കർത്താവ് വാഗ്ധോരണയിലോ അടയാളങ്ങളിലോ അത്ഭുതങ്ങളിലോ കുടുങ്ങി നാഥ വഞ്ചിക്കപ്പെടാതെ അങ്ങയുടെ നിത്യദാനത്തിന് വേണ്ടി ഒരുങ്ങുവാൻ അവിടുന്ന് സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.